ഇന്ത്യയിൽ നിന്ന് ഏത് വിമാനം ആരോടിച്ചാലും ഏത് കമ്പനിയുടേതായാലും ഒരു സെക്ടറിൽ ഒരു റൂട്ടിൽ ഒരു ഫെയറേ വാങ്ങാൻ പാടുള്ളൂ. എത്ര വിപ്ലവകരമായ തീരുമാനം ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള റൂട്ട് എല്ലാ കാലത്തും അത് പുതുക്കുന്നത് വരെ കാലാനുസൃതമായിട്ട് 1-2 കൊല്ലം കൂടുമ്പോൾ എയർലൈനിന്റെ ചെലവുകൾക്ക് അനുസരിച്ച് കൂട്ടാം. ന്യായമാണ്. ബസ് ചാർജ് കൂട്ടാം, ട്രെയിൻ ചാർജ് കൂട്ടാം. അത് ഗവൺമെന്റ് തീരുമാനിക്കാൻ കൂടും. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. നിങ്ങളൊരു ചാർജ് ഫിക്സ് ചെയ്തോ, അത് ഫിക്സഡ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു റേറ്റ്, പിന്നെ ഒരാഴ്ച മുമ്പ് നോക്കുമ്പോൾ അതിന്റെ ഇരട്ടി, ഒരു ദിവസം മുമ്പ് നോക്കുമ്പോൾ അതിന്റെ 3 ഇരട്ടി. ആ ഏർപ്പാട് പറ്റില്ല. നിങ്ങൾ ഈ ഡൈനാമിക് പ്രൈസിംഗ് എന്ന കാട്ടുകൊള്ള അവസാനിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പരീക്ഷണം 1 റൂട്ട് 1 ഫെയർ, പണ്ട് ഉള്ള മുദ്രാവാക്യം പോലെ 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യം പോലെ അത് സത്യത്തിൽ മൗലികമായ പരിഷ്കാരങ്ങളാണ്. പക്ഷേ അത് സാധാരണ ജനങ്ങളെ അത്രക്ക് പള്ളക്കടിക്കുന്നതല്ല. ഇത് ഇവന്റെ വയറ്റത്തടിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും കേരളീയർ എനിക്ക് തോന്നുന്നു വലിയ ആഹ്ലാദത്തോടെ ആയിരിക്കും ഈ വാർത്ത സ്വാഗതം ചെയ്യുക. ഒക്ടോബർ 14 പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഡിസംബർ 31 വരെ നിരീക്ഷണ കാലമാണ്. എന്ന് വെച്ചാൽ പ്രൊബേഷൻ പീരീഡാണ്. ഈ കാലത്ത് ഞങ്ങൾ എല്ലാ സെക്ടറിനെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഒരുങ്ങിക്കൊള്ളുക. ഡിസംബർ 31 കഴിഞ്ഞാൽ പിന്നെ പുതുവർഷമാണ്. 2026 ജനുവരി 1 മുതൽ ഇന്ത്യയിൽ നിന്ന് ഓടുന്ന ഏത് വിമാനവും ഒരു സെക്ടറിലേക്ക് ഒരു ചാർജ് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ ആണ് ഇത് കൊടുക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ മാത്രം, തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ മാത്രമാണ്. പക്ഷേ അടുത്ത പുതുവർഷം മുതൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.